ഹലോ ഗൈസ്, അപ്പോൾ ഈ നമ്മുടെ ശർമ്മക്കുട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് മഴക്കാർ വന്നു കേട്ടോ. അതാണ് ഞങ്ങൾ ധൃതിയിൽ പോണത്. ആടൊക്കെ പറമ്പിൽ നിൽക്കായിരുന്നു കേട്ടോ. ആടിനെല്ലാത്തിനും അഴിച്ചുകൊണ്ട് വരണമായിരുന്നു. പശു എല്ലാം പറമ്പിലായിരുന്നു. അപ്പം വൈകുന്നേരം നല്ല തെളിവൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങ് ഇരുണ്ട് മൂടി വന്നു. അപ്പോൾ പിന്നെ ഓടിച്ചെന്ന് അഴിച്ചുകൊണ്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവളുമാർ 3 പേരെയും മാറ്റി മാറ്റിയാണ് കെട്ടുന്നത്. അപ്പോൾ ഇവർ 2 പേരെയും കെട്ടിയിട്ട് മറ്റവളെയും കൂടി കൊണ്ടുവന്നാലേ അവരകത്തോട്ട് വരത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ ചടപടേ എന്നും പറഞ്ഞ് ഞങ്ങൾ ജോലിയൊക്കെ ഒതുക്കുകയാണ്. മഴയ്ക്ക് മുമ്പ് ഇവർക്ക് വെള്ളവും കൊടുത്ത് അകത്തേക്ക് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. ഹംസയ്ക്ക് പിന്നെ മഴ നനഞ്ഞാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് മഴ നനയാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവളെ പതുക്കെ അഴിച്ചിട്ടുണ്ട് വരുള്ളൂ. അത് അമ്മ അഴിച്ചിട്ട് വന്നോളാം നമ്മുടെ അമ്മ പോയിട്ടുണ്ട് അഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനുള്ള വെള്ളങ്ങളും ഒക്കെ എടുത്ത് വെച്ച്. അപ്പം അമ്മ പറഞ്ഞ് മഴ പെയ്യത്തില്ല എന്നും പറഞ്ഞ് അമ്മ തിരിച്ചു വന്നു. പക്ഷെ നല്ല മഴക്കാറുണ്ട്, പെയ്യത്തില്ലായിരിക്കും, അവർക്കൊക്കെ അറിയാമല്ലോ. അങ്ങനെ വന്ന് പിന്നെ ശർമ്മയ്ക്ക് മുഹമ്മയിൽ പോകണമായിരുന്നു സാധനമൊക്കെ വാങ്ങിക്കാൻ. അപ്പം അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വേണമായിരുന്നു, അത് വാങ്ങിക്കാൻ പോകണം. പിന്നെ കോഴിക്ക് തീറ്റ വാങ്ങിക്കണം, അത് റേഷൻ കടയിൽ പോകണമായിരുന്നു. അതൊക്കെ ഇവരെ അമ്മയും കൊച്ചും കൂടെ റേഷൻ കടയിൽ പോയി. അപ്പം എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളതേ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വിശക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വിശക്കണം എന്ന് പറയുമ്പം ഇവിടെയുള്ള ഒന്നും പോരാ, പുള്ളിക്ക് വേറെ എന്തൊക്കെയോ വേണം. അങ്ങനെ പിന്നെ ഞാൻ പൈസയൊക്കെ കൊടുത്ത് മുഹമ്മയെ വിട്ട് അതൊക്കെ ആൾ തന്നെ പൊക്കോളും എന്തേ പോകാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ വീട്ടിലെന്താണെന്നൊക്കെ ചോദിച്ച് വീട്ടിലുള്ളതിൻ്റെയൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട. അപ്പം പോയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പാലും കൂടി മേടിച്ചിട്ട് പോരുക എന്നും പറഞ്ഞ് പൈസ കൊടുത്ത് വിട്ട്. ആൾക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ TV കണ്ടിരിക്കണം, മൊബൈൽ കണ്ടിരിക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പുള്ളി നമ്മുടെ കൂടെ അങ്ങോട്ട് ആക്റ്റീവ് ആയിക്കോളും. ഇതൊക്കെയാണ് ഇഷ്ടം പുള്ളിക്ക്. പിന്നെ രാത്രി ഇച്ചിരി നേരം മൊബൈലൊക്കെ കാണും. ഇപ്പോൾ വേൾഡ് കപ്പല്ലേ, കളിയൊക്കെ ഇച്ചിരി നേരം കാണണമെന്നൊക്കെ പറയും. പിന്നെ അവനെ വിട്ടച്ചും ബാക്കി നമ്മൾ കാര്യങ്ങളൊക്കെ ഒതുക്കി പശുവിനെ കൊണ്ട് വരുമ്പോൾ അവൾക്ക് വെള്ളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവൾ മഴക്കുന്നുമ്പോൾ അവൾ വെള്ളം കുടിച്ച് നിൽക്കുമല്ലോ. അപ്പം അമ്മ പോയിട്ട് ഇച്ചിരി നേരമായിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് നേരത്തെ കൊണ്ടുവന്ന് വെച്ചതാണ്. മഴയ്ക്ക് മുമ്പ് എനിക്ക് അകത്ത് കയറണമല്ലോ. അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നമ്മുടെ പറമ്പിലോട്ട് എടുക്കണം കേട്ടോ. പടിഞ്ഞാറ് പറമ്പില്ല നമ്മുടെ, അത് എൻ്റെ പൊന്നു എന്തൊരു വ്യൂ ആണെന്നറിയാമോ. ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ശർമ്മ സ്റ്റോറിയൊക്കെ ഇടും ഇൻസ്റ്റയിൽ എപ്പോഴും എടുത്ത് കേട്ടോ. ഇൻസ്റ്റയൊക്കെ അവരാണല്ലോ കൈകാര്യം ചെയ്യണം. അപ്പം അതിനകത്ത് ഇങ്ങനെ സ്റ്റോറി ഇടുന്നതൊക്കെ നമ്മുടെ പടിഞ്ഞാറ് പറമ്പാണ് കേട്ടോ. അപ്പം ഹംസീനെയും കൊണ്ടുവന്ന് അപ്പം അമ്മ ഇപ്പം പശുവിനെയൊക്കെ കഴിച്ചിട്ടൊക്കെ വരും. എപ്പോഴും അമ്മയാണ് പശുവിനെ അഴിക്കണം. നമുക്ക് എപ്പോഴും ശർമ്മയില്ലാത്ത കാരണം കേട്ടോ. ശർമ്മയ്ക്ക് ഇനിയിപ്പം നാളെ ട്യൂഷന് ചേർക്കണം. ഇതുവരെയും ട്യൂഷനൊന്നും വിട്ടില്ലായിരുന്നു. അപ്പോൾ സന്ധ്യ കഴിഞ്ഞുള്ള നമ്മുടെ വീടിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് നിൽക്കായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ആൾക്കാർ സിറ്റൗട്ടിലാണ്. മഴക്കാർ കണ്ടപ്പോഴല്ലെങ്കിലും അവരെപ്പോഴും സിറ്റൗട്ടിലാണ് കേട്ടോ. ഇവരെ ഞാനിപ്പോൾ അങ്ങനെ കൂട്ടിലോട്ട് വിടുന്നില്ല. അവർ കൂട്ടിനകത്ത് കിടന്ന് ഭയങ്കര ഇടിയാണ് കേട്ടോ 4 പേരും കൂടി. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ എങ്ങനെ തീരുമാനം എടുക്കുക, എങ്ങനെ കൂട് സെറ്റാക്കും ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പം ആരെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കണത്. അപ്പോൾ എന്താ അവരിപ്പം ഇത് കഴിയുമ്പോൾ അവർക്കും കൂടി ഫുഡ് കൊടുക്കുന്നത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടാം കേട്ടോ, അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശർമ്മക്കുട്ടൻ വിശപ്പിനുള്ള ആഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പം നമ്മുടെ അവൻ്റെ ഒരു മായമ്മയുണ്ട്, മായമ്മേനെ വീട്ടിലോട്ടാക്കി കൊടുത്ത് കേട്ടോ അമ്മയെന്ന് പറയുമായിരുന്നു. അപ്പോൾ അതും പറഞ്ഞ് സാധനങ്ങളുടെ പൈസയൊക്കെ പറഞ്ഞ് ആൾ ദേഹത്തോട്ട് വരികയാണ്. കണക്കുമൊക്കെ പറഞ്ഞ് ദേഹത്ത് കയറി കഴിക്കാം. അപ്പോൾ ശരി, പിന്നെ കാണാം, ബൈ.